ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ സ്വന്തം പത്മനാഭൻ്റെ നാട്ടിലാണ്. അനന്തപുരിയിൽ ഞങ്ങൾ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ആസ്ഥാന മന്ദിരമായ നരസിംഹ വിലാസത്തിലാണ്. അപ്പോൾ 4-ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ പൂജാ ഹാള്. അപ്പോൾ അവിടെ നാളെ, അതായത് ഇന്ന് 5-ാം തീയതി ജൂലൈ 5, നാളെ ജൂലൈ 6 ഞായറാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നാളെയാണ് ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. അപ്പോൾ ആഷാഢ ഏകാദശി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എല്ലാവർക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ ഗൗഡസാരസ്വത ബ്രാഹ്മണർക്ക് ഇതാണ് നാളത്തെ പ്രധാനപ്പെട്ട ദിവസം എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. ആഷാഢ ഏകാദശി ദിവസം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഫംഗ്ഷൻ ഇവിടെ നടത്തപ്പെടുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ അഖണ്ഡ ഭജന. അപ്പോൾ ആദ്യത്തെ സംരംഭമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിനെ എങ്ങനെ കൊണ്ടുപോകാം മുന്നോട്ട് എന്നുള്ളതിനെ പറ്റി ഒരു ആശയം, ഒരു കുഴപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി വരും എന്നുള്ളൊരു വിശ്വാസം ഫലദായകം എന്നാണല്ലോ. അങ്ങനെ വിശ്വാസത്തിൽ ഞങ്ങളെല്ലാവരും കൂടി മുന്നോട്ടിറങ്ങുകയാണ്. അപ്പം നാളെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ ഞങ്ങളെല്ലാവരും അവിടെ എത്തി നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി. പ്രധാന ഭഗവാൻ നാളെ വിട്ടലനും രുക്മായിയുമാണ്. വിട്ടലൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു രൂപം അല്ലെങ്കിൽ മറ്റൊരു അവതാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വിട്ടലൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം പണ്ഡരിപ്പൂരിലാണ്. മഹാരാഷ്ട്രയിലെ പണ്ഡരിപ്പൂറുണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ അടുത്ത് കായംകുളത്ത് ഞങ്ങളുടെ തന്നെ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ഒരു ക്ഷേത്രം, വിഠോബാ ക്ഷേത്രം കായംകുളത്ത് ഉണ്ട്. കേരളത്തിൽ വിഷ്ണു ക്ഷേത്രം ധാരാളം ഉണ്ടെങ്കിലും വിഠോബാ ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ചുരുക്കം ക്ഷേത്രങ്ങൾ മാത്രമേ വിഠോബാ ക്ഷേത്രങ്ങളായിട്ട് ഉള്ളൂ. അപ്പോൾ എന്തായാലും നാളത്തെ ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക ആളുകളും നമ്മുടെ തലേന്ന് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ മുകളിലാണ്. കാരണം ഇവിടെ ഭജനയൊക്കെ നടക്കുന്നതുകൊണ്ട് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ 5-ാമത്തെ ഹോൾ ഏറ്റവും ടോപ്പിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫുഡ്, താഴെ ഭജനയും കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളതാണ്. കാരണം താഴെ സ്ഥലപരിമിതി വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ പങ്കെടുക്കാനായിട്ടും അതിൽ ഭഗവാനെ സ്തുതിക്കാനായിട്ടും എല്ലാവരും വരണം. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ജയ് ജയ് വിട്ടൽ, ജയ് ഹരി വിട്ടൽ. എല്ലാവർക്കും വിട്ടല ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.